ഹായ് എസ്.എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പല പെൺകുട്ടികൾക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും അവന് ശരിക്കും എന്നോടൊരു ക്രഷ് ഉണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ മാരേജ് കഴിയാത്ത സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും മാരേജ് കഴിഞ്ഞവർക്കും ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ വരാം. അതായത് ആർക്കെങ്കിലുമൊക്കെ നമ്മളോടൊരു ഇഷ്ടമുണ്ടോ, ഇനിയിപ്പോൾ അവൻ എന്നോട് ശരിക്കും ക്രഷ് അടിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ സംശയങ്ങൾ നമുക്ക് വരാറുണ്ട്. അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് വരുന്ന കുറച്ച് സംശയങ്ങളാണ്. സോ അവർക്ക് നിങ്ങളുടെ ഒരു ക്രഷ് ഉണ്ടെങ്കിൽ, അതായത് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയോ? ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര നെർവസ് ആയിരിക്കും എന്നുള്ളത്. ഭയങ്കര ടെൻഷനായിരിക്കും അവരുടെ മുഖത്തും, അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സംസാരിക്കുമ്പോൾ വാക്കുകളൊന്നും കൃത്യമായിട്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കില്ല. ഇത് എപ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ അവർക്ക് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളെ ഇമ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യും? മാത്രമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു തെറ്റായി പോവോ, നിങ്ങളതിനെ എങ്ങനെ എടുക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനൊക്കെ അനുഭവപ്പെടുന്നുള്ളതാണ്. ഇപ്പോൾ ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ബാക്കിയുള്ള ആളുകൾ എങ്ങനെ വിചാരിച്ചാലും പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല, ശ്രദ്ധിക്കണം. ബിക്കോസ് നിങ്ങൾ ഇമ്പ്രസ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളിലും വല്ലാതെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. സോ ഈ പറയുന്ന ഒരു നെർവസ് ആവുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, മറ്റൊരു കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ഭയങ്കര ഒരു ജലസിയൊക്കെ നമുക്ക് അവരിൽ കാണാൻ പറ്റുന്നുള്ളതാണ്. വേറെ നല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു എങ്ങനെയൊക്കെ ഒരു ന്യൂസ് അവർ അറിയുകയാണ് എന്നുണ്ടെങ്കിൽ, പിന്നീട് അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ആ കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു അസൂയൊക്കെ അവരുടെ മുഖത്തും പെരുമാറ്റത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ശരിക്കും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാൻ പറ്റുന്നല്ലേ. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുമ്പോൾ, നമ്മളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു പൊസസീവ്നെസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ? ആ സംഭവം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അങ്ങനെ മറ്റൊരാൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ, ഈ പറയുന്ന പൊസസീവ്നെസ്സും ജലസിയും ഒക്കെ അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊപ്പം ആയിരിക്കുന്ന സമയത്തൊന്നും അവർ ഫോൺ അധികം യൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. ബിക്കോസ് വേറെ ഒന്നല്ല, ഫോൺ യൂസ് ചെയ്യാൻ അവർക്ക് വേറെ കുറേ സമയങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് അവർക്ക് അത്രയും വിലപ്പെട്ട സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഫോൺ യൂസ് ചെയ്ത് സമയം വേസ്റ്റ് ആക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഒപ്പം സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ആ ഒരു ടൈം ഫുള്ള് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. പൊതുവേ നമ്മളോട് താല്പര്യമില്ലാത്ത ഒരാളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ നിർത്തണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ചിലപ്പോൾ ഫോൺ നോക്കും, അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും നോക്കും, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും സംസാരിക്കുകയാണ് ചെയ്യേണ്ടാവുക. പക്ഷേ ഇവരങ്ങനെ ആയിരിക്കില്ല. എന്തൊക്കെയാണെന്നറിയില്ല, ഇപ്പോൾ ഒരു കോള് വന്നാൽ പോലും ആ കോള് സൈലൻ്റ് ആക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്യല്ലാണ്ട് ആ കോൾ എടുത്ത് സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ അവരെ കോൾ കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഫോണിൻ്റെ യൂസ് വല്ലാതെ അവർ കുറയ്ക്കുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. തൊട്ടടുത്ത് തന്നെ പറയുന്നില്ല, കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിലും, കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും, പെട്ടെന്ന് നിങ്ങൾ അവരെ നോക്കുമ്പോൾ അവർ നിങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയെന്ന് അറിയുമ്പോൾ അവർ പെട്ടെന്ന് തല തിരിച്ച് വേറെ എങ്ങോട്ടെങ്കിലും നോക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നോക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അവരെ നോക്കുന്ന ആ ഒരു ടൈമിൽ അവർ നിങ്ങളെയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ തന്നെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ നോക്കിയപ്പോൾ വേഗം മുഖം മാറ്റിയത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവരുത് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ നിങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ സൈക്കോളജി പറയുന്നത്. അതായത് അങ്ങനെ അവർ ചെയ്യുന്നത് നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, മീൻസ് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തി അവരിൽ കാണുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ അവർ നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നതൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ അവർ വേറെ എങ്ങോട്ടെങ്കിലും നിങ്ങൾ നോക്കുന്ന സമയത്ത് നോക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ്. മീൻസ് അവർക്ക് ക്രഷ് അടിച്ച് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് യാതൊരു സംശയം വേണ്ട. ഈ ലാസ്റ്റത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങൾ, 4 കൂടുതലുണ്ട്, പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 4 കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് അവരിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് തന്നെ വിശ്വസിക്കാം അവർക്ക് നിങ്ങളോടൊരു ക്രഷ് ഉണ്ട്, നിങ്ങളോടൊരു ഇഷ്ടമുണ്ട് എന്നുള്ളത്.
അപ്പോൾ നിങ്ങളും ശരിക്കും അവരോട് ഇങ്ങനെ ക്രഷ് അടിച്ച് ഇഷ്ടമാണെന്ന് പറയാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ വന്ന് പറയും. ഇനിയിപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ഇതില്ല, നിങ്ങൾക്ക് ടൈം ഇല്ല, എനിക്ക് പെട്ടെന്ന് തന്നെ അറിയണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ അവരിലുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യമൊക്കെ കണ്ടു എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കേണ്ട, കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തിട്ട് മെല്ലെ ചോദിച്ചാൽ മതി. അങ്ങനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ഇഷ്ടപ്പെട്ട ആളെ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ റിലേഷൻഷിപ്പിലും അതേപോലെ തന്നെ മാരേജ് ചെയ്യാനും ഒക്കെ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്